ലൂസാകുമ്പോൾ എന്താ ചെയ്യുന്നത്, നമുക്ക് സ്ക്രബ്ബർ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം മാത്രം മതി. നമുക്ക് ആ സ്ക്രൂ ഊരിയെടുത്തിട്ട് ആ ആണിക്കകത്തോട്ട് ഒരു കഷ്ണം സ്ക്രബ്ബർ ഇതേപോലെ വെട്ടിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം. ഇത് ആർക്കും എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്പാണ്. അപ്പോൾ ഇതേപോലെ ചുറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇട്ട് മുറുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. എപ്പോഴും ഇത് ലൂസായിട്ട് ഇളകി പോകത്തതുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ടിപ്പാണിത്. അപ്പോൾ ഇതേപോലെ കണ്ടോ, കുറച്ച് സ്ക്രബ്ബറിൻ്റെ കഷ്ണം ഇതിനകത്ത് ചുറ്റി കൊടുത്തിട്ട് നമുക്കിട്ട് മുറുക്കി കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാനറിയാത്തവരൊന്ന് ചെയ്ത് നോക്കുക. കണ്ടോ, നല്ല രീതിയിൽ ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉടനെ ഒന്നും ഇളകത്തില്ല. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ പിന്നെ പല സ്ഥലത്ത് ഊരിക്കൊണ്ടിടുമ്പോഴത്തേന് എപ്പോഴും കിടന്ന് തപ്പിയെടുക്കണം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ പിന്നെ മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് കോർത്തതിന് ശേഷം ഏതെങ്കിലും ഒരു പഴയ വളയുണ്ടെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നമുക്ക് വള എടുത്താൽ മതി. അപ്പോൾ എത്ര പിന്നെ വേണമെങ്കിലും നമുക്ക് അതിനകത്തുനിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ പല സ്ഥലത്ത് ഊരിയിടുന്നതിനേക്കാളും നമ്മളെപ്പോഴും പിന്നെ ഇതേപോലെ ഒരു സ്ഥലത്ത് ഇതേപോലെ വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. നമ്മൾ ചീപ്പൊക്കെ പെട്ടെന്ന് ഒന്ന് ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ ഇതേപോലെ കുറച്ച് പൗഡർ തൂക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ബ്രഷ് കൊണ്ട് ഇതേപോലെ നാക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നനയ്ക്കുകയും വേണ്ട. അപ്പോൾ നല്ല അഴുക്കൊന്നും ഇല്ല എങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എത്ര ചീപ്പാണെങ്കിലും നമുക്ക് ഇതേപോലെ പൗഡർ തൂക്കിയിട്ട് ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് തേച്ച് കളഞ്ഞെടുക്കാം.